നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം 593rd day. ടുഡേ പ്രഥമസ്കന്ധ 3rd chapter 30th ശ്ലോകം. ഫോർ ഡീറ്റെയിൽസ് പ്ലീസ് സീ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 593 ദിവസം. ഇന്ന് പ്രഥമസ്കന്ധത്തിലെ 3ാമത്തെ അധ്യായത്തിലെ 30ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി, മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി, കാരുണ്യവാരിധിയായ വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ഓം. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 3ാം അധ്യായത്തിലെ 30ാമത്തെ ശ്ലോകമാണ് പാരായണം ചെയ്യുന്നത്. ഏതദ്രൂപം ബഹുവതോ ഹിരൂപസ്യ ചിതാത്മനാ, മായാഗുണൈർവിരചിതം മഹദാദിഭിരാത്മനി. ഓം തത്സത്. ഏതദ്രൂപം വിരചിതം. ഓം ശ്രീകൃഷ്ണായ നമഃ. ഏതദ്രൂപം ഭഗവതോ ഹിരൂപസ്യ ചിതാത്മനാ, മായാഗുണൈർവിരചിതം മഹദാദിഭിരാത്മനി. ഓം തത്സത്. പദം ഇങ്ങനെയാണ് പിരിക്കേണ്ടത്. ഏതത് രൂപം ഭഗവതഃ അരൂപസ്യ ചിദാത്മന മായാ ഗുണൈർ വിരചിതം മഹദാദിഭി ആത്മനി. ഏതത് രൂപം എന്ന് പറഞ്ഞാൽ ഈ രൂപം. ഭഗവതഃ ഭഗവാന്റെ, അരൂപസ്യ എന്ന് പറഞ്ഞാൽ രൂപരഹിതനായിട്ടുള്ള, ചിദാത്മന ചിത്താകുന്ന സ്വരൂപത്തോടു കൂടിയ, മായായാകുന്ന ഗുണങ്ങളാൽ, മായാഗുണങ്ങളായിരിക്കുന്ന, വിരചിതം കൽപ്പിക്കപ്പെട്ട, മഹദാദിഭി മഹത്വത്വം മുതലായവയാൽ, ആത്മനി ആത്മാവിൽ, അതായത് ഭഗവാന്റെ രൂപരഹിതനായിരിക്കുന്ന ചിത്താകുന്ന സ്വരൂപത്തോടു കൂടിയ ആ ഭഗവാന്റെ മായാ ഗുണങ്ങളാൽ നിറഞ്ഞിരിക്കുന്ന മഹത്തത്വം മുതലായവ ഓരോ രൂപത്തിലും കൽപ്പിക്കപ്പെടുന്നു. ഈ രൂപം ആത്മനി ആത്മാവിൽ ഏത് രൂപം നമുക്ക് തോന്നുവോ ആ രൂപത്തിൽ കൽപ്പിക്കപ്പെടുന്നു. അതായത് പരമാർത്ഥത്തിൽ ഭഗവാൻ രൂപരഹിതനും ചിദേകസനുമാകിയാൽ ഈ കാണപ്പെടുന്ന എല്ലാ സൂക്ഷ്മ സ്ഥൂല ദേഹങ്ങളുടെയും ആധാരം ആ ആത്മസ്വരൂപനായ ഭഗവാനാകുന്നു. ആത്മസ്വരൂപത്തിൽ ആ സ്ഥൂലം എന്ന് പറഞ്ഞാൽ കാണപ്പെടുന്നത്, സൂക്ഷ്മം എന്ന് പറയുന്നാൽ കാണപ്പെടാത്തത്. അങ്ങനെയുള്ള ആ ഭഗവാനെ ആത്മസ്ഥാനത്തിൽ സ്ഥൂല സൂക്ഷ്മ രൂപങ്ങളെ കൽപ്പിച്ച് ആത്മാവിനെ മറച്ചിരിക്കുന്ന ആ മായാഗുണങ്ങൾ, മായാശക്തിയിൽ നിന്നുണ്ടായ മഹത്തത്വം, അഹങ്കാരതത്വം മുതലായവയാണ് രണ്ടു വിധങ്ങളായിട്ടുള്ള ഈ ദേഹങ്ങളെ, സ്ഥൂല രൂപത്തിലുള്ളതും സൂക്ഷ്മരൂപത്തിലുമായിട്ടുള്ള ഈ ഭഗവാന്റെ രൂപങ്ങളെ സൃഷ്ടിക്കുവാൻ കാരണം എന്നാണ് പറയുന്നത്. ഭഗവാന്റെ മായാഗുണങ്ങളായ മഹദാദി എന്നും മഹത്തത്വം, അഹങ്കാരതത്വം മുതലായ തത്വങ്ങളെയാണ് മഹത്തത്വം മുതലായവ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്ഥൂല സൂക്ഷ്മ രൂപങ്ങൾ കീർത്തനം ചെയ്യുന്നവന് ഭഗവാൻ എങ്ങനെ മുക്തനായി ഭവിക്കുമെന്ന
ശങ്കയ്ക്കുള്ള മറുപടിയാണിത്. അതായത് ഭഗവാനെ നമ്മൾ രൂപത്തിൽ കാണുന്നു. ആ മായാരൂപത്തിലുള്ളതും ഭഗവാൻ തന്നെയാണ്. എന്തെന്നാൽ ആ സ്ഥൂല രൂപത്തിലുള്ളതും ഭഗവാൻ തന്നെയാണ്, സൂക്ഷ്മരൂപത്തിലുള്ളതും ഭഗവാൻ തന്നെയാണ്. മായ കൊണ്ടാണ് നമുക്ക് അതിൻ്റെ യഥാർത്ഥ രൂപം മനസ്സിലാകാത്തത്. ഈ വിധം മായയുടെ വിലാസത്തിൽ നിന്നുണ്ടായ ഭഗവാന്റെ ഈ അവതാര രൂപങ്ങളൊക്കെ ശ്രവണത്താലും കീർത്തനത്താലും നമ്മൾ ആ വിദ്യയെ നശിപ്പിച്ച് ആ ഭഗവാന്റെ സ്വരൂപം അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മുക്തി ലഭിക്കും. അതിൽ ഒട്ടും സംശയം വേണ്ട എന്നുകൂടി ഇതിൽ കൂടി നമുക്ക് പറഞ്ഞു തരികയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. ഏതദ്രൂപം ഭഗവതോ ഹ്യരൂപസ്യ ചിദാത്മന മായാഗുണൈർവിരചിതം മഹദാദിഭിരാത്മനി. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.